2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച നേട്ടം ഇക്കുറി എൻഡിഎക്ക് ബീഹാറിൽ ഉണ്ടാകുമെന്ന് പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാട്നയിൽ എൻഡിഎ സഖ്യകക്ഷിയും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിനൊപ്പം നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് മോദിയുടെ ഈ പ്രതികരണം. കഴിഞ്ഞവട്ടം എൻഡിഎക്ക് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ട ഒരേയൊരു സീറ്റും ഇക്കുറി പിടിച്ചെടുക്കുമെന്ന് മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ ബീഹാർ എൻഡിഎ തൂത്തുവാരും. സംസ്ഥാനത്തെ സഖ്യകക്ഷികളുമായി താൻ സംസാരിച്ചിരുന്നു. 2019 തങ്ങൾക്ക് ബീഹാറിൽ ഒരു സീറ്റ് മാത്രമായിരുന്നു നഷ്ടപ്പെട്ടത്. ഇത്തവണ ആ ഒരു സീറ്റ് കൂടി പിടിച്ചെടുക്കും. സംഘടനാ പ്രവർത്തനങ്ങൾക്കായി ബീഹാറിൽ താൻ നിരവധി തവണ വന്നിട്ടുള്ളതാണ്. ഇവിടുത്തെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. തനിക്കിവിടെ നിരവധി പഴയകാല ബന്ധങ്ങളുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇതിനകം താൻ പോയിട്ടുള്ളതാണെന്നും എല്ലായിടത്തുമുള്ള പൊതുവികാരം എൻഡിഎക്കും ബിജെപിക്കും 400 സീറ്റുകളിൽ വിജയം ഉറപ്പാക്കണമെന്നുമുള്ളതാണെന്നും മോദി എടുത്തു പറഞ്ഞു. ബീഹാർ ഈ ദൃഢനിശ്ചയത്തിന് പുതിയ നിറങ്ങൾ പകർന്നു നൽകിയിരിക്കുന്നു, പുതിയ കരുത്ത് നൽകിയിരിക്കുന്നു. രാജ്യത്ത് ഒട്ടാകെയുള്ള അന്തരീക്ഷം ബീഹാറിലും പ്രതിഫലിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ബിജെപിക്കും എൻഡിഎക്കും നിർണായകമാണ്. ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ എംപിമാരെ അയക്കുന്ന 4ാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. 40 ലോക്സഭാ സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. പ്രതിപക്ഷത്ത് ഇന്ത്യ മുന്നണി രൂപീകരണ നീക്കങ്ങൾക്കടക്കം ചുക്കാൻ പിടിച്ച ജെഡിയു അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പിന് മുൻപായി എൻഡിഎ ക്യാമ്പിലേക്ക് കളം മാറുകയായിരുന്നു. ഇതാണ് സംസ്ഥാനത്ത് ബിജെപിയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷയും. 2019 ബിജെപിയും ജനതാദൾ യുണൈറ്റഡും 17 സീറ്റുകളിൽ വീതം മത്സരിച്ചിരുന്നു. അവിഭക്ത ലോക് ജനശക്തി പാർട്ടി 6 സീറ്റുകളിലും ജനവിധി തേടി. ബിജെപിയും എൽജെപിയും മത്സരിച്ച എല്ലാ സീറ്റുകളിലും വിജയിച്ചപ്പോൾ ജെഡിയു ഒരു സീറ്റിൽ പരാജയപ്പെട്ടു. കോൺഗ്രസിനായിരുന്നു കിഷൻഗഞ്ച് മണ്ഡലത്തിൽ വിജയം. ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചതുമില്ല. ഇത്തവണ ബിജെപി 17 സീറ്റുകളിൽ ജെഡിയു 16 സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 5 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും ഉപേന്ദ്ര കുശാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയും ഓരോ സീറ്റുകളിൽ വീതമാണ് മത്സരിക്കുന്നത്. അതേസമയം എൻഡിഎ മുന്നണി 400 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയിട്ട് നാളുകളേറെയായി. 400 നേടുമെന്ന് പറഞ്ഞത് കേവലം മുദ്രാവാക്യം എന്ന നിലയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഏകദേശം പകുതിയോളം സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. എൻഡിഎ പോലെ ശക്തമായ ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഉഷ്ണതരംഗമുണ്ടായിട്ട് പോലും വൻതോതിൽ വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും എന്നുമാണ് നരേന്ദ്രമോദി പറഞ്ഞത്. എൻഡിഎ 400 സീറ്റുകൾ നേടില്ലെന്ന കോൺഗ്രസിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച അദ്ദേഹം ശക്തമായ ഭാഷയിൽ അവരെ വിമർശിക്കുകയുമുണ്ടായി. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മാറി നിൽക്കുന്നതും സോണിയാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് വിട്ടുനിന്ന് രാജ്യസഭയിലേക്ക് വന്നതുമൊക്കെയാണ് മോദി കോൺഗ്രസിനെ വിമർശിക്കാൻ കൂട്ടുപിടിച്ച കാര്യങ്ങൾ. ഏതായാലും മോദിയുടെ പ്രതീക്ഷയും അഹങ്കാരവും ജൂൺ 4 വരെ സഹിക്കണമെന്ന് ചുരുക്കം.